ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ MG ഷോറൂമിലാണ്. നമ്മുടെ ഡെക്കാത്തലോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ തെള്ളകത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ZS EVയുടെ ബേസ് മോഡലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് 21 ലക്ഷം രൂപയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ബേസ് മോഡലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 461 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടുന്നത്. ഏകദേശം കസ്റ്റമേഴ്സിനെല്ലാം 380 to 420 വരെ കിട്ടുന്നുണ്ട് എന്നാണ് MG അവകാശപ്പെടുന്നത്. 50.3 കിലോവാട്ടാണ് ZS EVയുടെ ബാറ്ററി കപ്പാസിറ്റി. നമുക്ക് ഏകദേശം ഒരു 7.3 കിലോവാട്ടിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 6 to 7 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. DC ഫാസ്റ്റ് ചാർജിങ് വെച്ചിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ 0 to 80% ചാർജ് ആകാനായിട്ട് ഏകദേശം 40 മിനിറ്റ് മതി. 40 മിനിറ്റ് കൊണ്ട് 0 to 80% നമുക്ക് ചാർജ് ആവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് ഡിസൈൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു വലിയ MGയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും കാണുന്ന രീതിയിൽ ഇവിടെ എയർ ഡാമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ്. ഈ ഒരു രീതിയിലുള്ള കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ക്രോം എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്സ് നമുക്ക് നോക്കാം. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. DRLs വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചാർജിങ് സോക്കറ്റ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ മോട്ടർ എല്ലാം ഫ്രണ്ടിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 174 bhp പവറും 280 Nm ടോർക്കുമാണ് ഈ ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 0 to 100 എത്താനായിട്ട് ഏകദേശം 8.5 സെക്കൻഡ് മാത്രം മതി ഈ ഒരു വാഹനത്തിന്. സൈഡിലെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടയറുകൾ തന്നെ പറയാം. 17 ഇഞ്ച് ടയറുകൾ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഒരു അലോയ് വീൽസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഇത് സ്റ്റീൽ അലോയ് വീൽസ് ആണ്. പിന്നെ ഈ ഒരു ടയർസിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതൊരു ഇലക്ട്രിക് വാഹനമാണല്ലോ. അപ്പം നമുക്കിതിനൊരു വീൽ കപ്പും കൂടെ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ആക്സസറി ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഒരു വാഹനമുണ്ട്, അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എയറോഡൈനാമിക് ആയിട്ട് ഈ ഒരു ടയറുകൾ ഒരുപാട് കാറ്റ് പിടിക്കാതിരിക്കാനും നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടാനുമായിട്ട് നമുക്ക് ഈ ഒരു വീൽ കപ്പുകൾ ഉപയോഗിക്കാം. പിന്നെ വീണ്ടും നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് തിരിച്ചു വരാം. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നത് മിറേഴ്സിലാണ്. ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫെൻഡറിൽ ഒരു ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം MG എല്ലാ വാഹനങ്ങളിലും ഇതുപോലെ കൊടുക്കാറുണ്ട്. ഇൻ്റർനെറ്റ് ഇൻസൈഡ്, അതേപോലെ തന്നെ അഡാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ബാഡ്ജിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ബാക്കിലേക്ക് വരാം. ഈ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ താഴേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു SUV വാഹനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാഡിങ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിനി ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ MGയുടെ ഒരു വലിയൊരു ലോഗോ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയായിട്ട് MGയുടെ ZS EVയുടെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ബമ്പറിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് റിഫ്ലക്ടറും അതേപോലെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് ഈ ഒരു പോർഷൻ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബമ്പേഴ്സും അത്യാവശ്യം പിയാനോ ബ്ലാക്ക് ഫിനിഷും അതേപോലെ ചെറിയൊരു ക്രോം, ഒരു ബ്രഷ്ഡ് അലുമിനിയമാണ് കേട്ടോ. ആക്ച്വലി ക്രോം അല്ല, ബ്രഷ്ഡ് അലുമിനിയമാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിൽ നല്ല ഭംഗിയായിട്ടാണ് ബമ്പറെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ഈ ഒരു രീതിയിലാണ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. 448 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബൂട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 60-40 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. താഴെയായിട്ട് ഇതിൻ്റെ സ്പെയർ വീൽസും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. 17 ഇഞ്ച് ടയേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അലോയ് തന്നെയാണ് ഈ ടയേഴ്സിലും നൽകിയിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബൂട്ടിൽ നിന്നും പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൽ വന്നിരിക്കുന്ന കീ. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരു റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് MGയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കീ വരുന്നത്. കീലെസ് എൻട്രി ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പിന്നെ ഉള്ളിൽ നമുക്ക് നോക്കാം. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ലോക്കിൻ്റെ സ്വിച്ചസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. നമുക്ക് 4-door പവറിൻ്റെ ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിങ്, ഈ ഒരു മെറ്റീരിയൽസ്, അതേപോലെ ഈ ഒരു കൈ വെക്കുന്ന ഈ ഒരു ചെറിയ കുഷനൊക്കെ കൊടുത്തിരിക്കുന്ന ഈ മെറ്റീരിയൽസ് എല്ലാം ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പം അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. 4-door നമുക്ക് ഈ 4 ഡോറിലായിട്ട് നമുക്ക് സ്പീക്കേഴ്സ് എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. 2 ട്വീറ്റേഴ്സും വരുന്നുണ്ട്. ട്വീറ്റേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
താഴേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മിറേഴ്സിൻ്റെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും ഈ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ഭാഗത്തായിട്ട് എ സിയുടെ ഡിസൈനൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു പോർഷനൊക്കെ. പിന്നെ നമ്മൾ ബെൻസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു 360 ഈ ഒരു രീതിയിൽ 360 ആണോ എന്ന് എനിക്കറിയില്ല, ഈ ആംഗിളിൽ നമുക്ക് കറക്കാൻ പറ്റുന്ന രീതിയിലാണ് എ സിയുടെ നോബുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലെല്ലാം ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്സ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ഫാബ്രിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഉള്ളിലേക്ക് നോക്കാം. പിന്നെ എം ജിയുടെ ZS EV ഈ ഒരു വാഹനം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ്. അതേപോലെ തന്നെ 6 എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ബേസ് മോഡൽ തൊട്ട് അവൈലബിൾ ആണ്. ഹിൽ ഹോൾഡും അതേപോലെ ഹിൽ അസിസ്റ്റും എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് കീ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലും വണ്ടി വേണം, വണ്ടി ഒന്ന് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലത്തില്ല, നമ്മുടെ കയ്യിലാണ് കീ എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് കീ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഡിജിറ്റൽ കീ ഷെയറിംഗ് എന്നാണ് പറയുന്നത്. ആ ഒരു ഓപ്ഷനും ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്റീരിയർ നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റിയറിംഗിന്റെ ഡിസൈനൊക്കെ അതിന് മുന്നായിട്ടൊരു കാര്യം പറയാം, കുറച്ച് വെട്ടക്കുറവുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. മാക്സിമം ഞാൻ ലൈറ്റിൽ എടുക്കാൻ നോക്കാം. ഈ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടാണ് സ്റ്റിയറിംഗിന്റെ ഒരു പോർഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. വോയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. നമുക്ക് വോയിസ് അസിസ്റ്റും കാര്യങ്ങളും ഈ ഒരു സ്വിച്ച് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഏകദേശം 54ഓളം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വോയിസ് കൺട്രോൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗ് അത്യാവശ്യം ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ഈ ഒരു വാഹനത്തിനകത്ത് 17.5 സെന്റിമീറ്റർ വരുന്ന ഒരു വലിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസും ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം ഒന്നും എനിക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. പിന്നെ ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പം ഈ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽസ് ഇത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ എല്ലാം ആ ഒരു ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു പോർഷനെല്ലാം ചെയ്തിരിക്കുന്നത്. ബ്രഷ്ഡ് അലുമിനിയം ഒരു പീസ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്, ഒരു എലമെൻറ്റ് ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് എ സിയുടെ വെൻറ്റുകൾ ഈ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു എ സിയുടെ വെൻറ്റ് നമ്മുടെ ആ ഒരു നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു പോർഷനേക്കായാലും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു വലിയൊരു 10.5 ഇഞ്ചിൻ്റെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചസ് എല്ലാം നമുക്ക് മാനുവലി തന്നെ ഫിസിക്കലി തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ താഴെയായിട്ട് 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ USB ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടൈപ്പ് സിയുടെ സോക്കറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് ഈ ഭാഗത്തുണ്ട്. അതേപോലെ റീജനറേഷൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൽ ഒരു റോട്ടറി സ്വിച്ചസ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാർക്കിൻ്റെ സ്വിച്ച്, അതേപോലെ ഓട്ടോമാറ്റിക് പാർക്കിൻ്റെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ്, നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ആണ്, സ്റ്റോറേജ് സ്പേസ് അല്ല, കപ്പ് ഹോൾഡേഴ്സ് ആണ് നമുക്കിവിടെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. ചൂട് പോകാതിരിക്കാനാണോ ഇനി? ഓക്കെ. പിന്നെ ബാക്കിലേക്ക് വരുമ്പം ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫാബ്രിക്സ് വെച്ചിട്ടാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് എല്ലാ ഭാഗത്തും ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ കംഫർട്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല മെറ്റീരിയൽസ് ആണ്, നല്ല ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനൊക്കെ കുറച്ച് ഫ്രണ്ടിലേക്ക് നീണ്ടു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തൈ സപ്പോർട്ടിൻ്റെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബോൾസ്റ്റേഴ്സ് നമുക്ക് ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ ഹെഡ് റെസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം പിന്നെ ഒരു പൊസിഷനും നല്ലതാണ്. നമുക്ക് ഹുഡ് കണ്ടുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ എയർ ബാഗ്സ് ഓൺ ഓഫിൻ്റെ ആ ഒരു സ്വിച്ചസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സ് നമുക്ക് മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഗ്ലൗ ബോക്സ് ഒന്ന് നോക്കാം. ഒരുപാട് വലിയ ഗ്ലൗ ബോക്സ് ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും ചാർജറൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെ റോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. യാത്ര ചെയ്യാനും നമുക്ക് അത്യാവശ്യം നല്ലൊരു കമാൻഡിങ് പൊസിഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഹുഡ് കണ്ടൊക്കെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഹുഡ് കണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഈ ഫ്രണ്ട് റോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അത്യാവശ്യം ലക്ഷറി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത്, ലക്ഷറി ഫീച്ചേഴ്സ് എന്നല്ല, നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് ലക്ഷറിയാണ്. പിന്നെ നമുക്ക് ബാക്കിലെ കംഫർട്ട് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
സീറ്റുകൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഓക്കെ, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സെൻറ്റർ ടണലോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു സീറ്റുകൾ അത്യാവശ്യം സ്കൂപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൈയൊക്കെ വെച്ച് നല്ല റിലാക്സ്ഡ് ആയിട്ട് പോകാം. പിന്നെ നീ സ്പേസ് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഈ ഒരു സീറ്റ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഡ്രൈവർ സൈഡിലല്ല, പക്ഷേ ഞാൻ എൻ്റെ കംഫർട്ടിന് ഡ്രൈവർ സൈഡിലിരിക്കുന്ന അതേ അളവിൽ തന്നെയാണ് ഈ ഒരു സീറ്റും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം സ്പേസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. എന്നെക്കാളും കുറച്ച് ഹൈറ്റ് കുറവുള്ള ഒരാളൊക്കെ ആയിരിക്കുന്നെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ് ആയിരിക്കും കിട്ടുക. അതേപോലെ നമുക്ക് ഹെഡ് റെസ്റ്റ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് റിയർ AC വെന്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. USB ചാർജിങ് ഈ ഒരു സോക്കറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ടൈപ്പ് സിയുടെ ചാർജിങ് സോക്കറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഫയലുകളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. സെൻറ്റർ ടണലോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 പേർക്ക് നല്ലതായിട്ടിരിക്കും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വാഹനത്തിനകത്ത്. കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. എനിക്ക് ബാക്കിലെ റോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ MGയുടെ ZS EVയുടെ ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഫീച്ചേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.